Hi friends, Bolero ജാക്കറ്റിന്റെ പാർട്ട് 2 സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജാക്കറ്റിന്റെ റൈറ്റ് സൈഡും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷോൾഡർ ആണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു ഷോൾഡർ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അടുത്ത ഷോൾഡറും നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ത്രെഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ആരി വർക്കിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഗോൾഡൻ കളറിലെ ത്രെഡില്ല, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതില്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞ ത്രെഡ് യൂസ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ 2 ഷോൾഡറും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഈ ക്രോസ് കട്ട് പീസ് ഉപയോഗിച്ച് ഇതിൻ്റെ അരികു വശം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ്. ബാക്ക് സൈഡും തയ്ക്കണം, ഫ്രണ്ട് സൈഡ്, അതുപോലെ അരികു വശം നമ്മൾ മടക്കി അടിക്കേണ്ട ഭാഗമില്ലേ അതെല്ലാം നമ്മൾ തയ്ക്കണം. അപ്പോൾ ക്രോസ് കട്ട് പീസ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് അരികു വശം ഒരു 1/4 ഇഞ്ച് മാത്രം ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1/2 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ ഈ അരികു വശം ഫുള്ള് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ക്രോസ് കട്ടിൻ്റെ ഈ പീസ് വെച്ച് തന്നെയാണ് നമ്മൾ നെക്കും തയ്ക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ നെക്കും തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കണം. നമ്മൾ എത്രയാണോ തയ്ച്ചത് അത്രേ ഭാഗവും നമ്മൾ കട്ടിങ് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ കട്ടിങ് വേണ്ട, അത് നമ്മൾ സ്ട്രെയിറ്റ് തുണി വെച്ചാണ് തയ്ക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഭാഗത്ത് ഈ വളവ് വരുന്നിടത്തെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് കട്ടിങ് കൊടുക്കണം. നമ്മൾ കട്ടിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി നല്ല വശത്ത് ഇതുപോലെ മടക്കി വരുന്നതായിരിക്കും. അതാണ് നമ്മൾ നന്നായിട്ട് തയ്ച്ചെടുക്കേണ്ടത്. അപ്പം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരേ വീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്നും വീതി കൂടുകയോ കുറയോ ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ അതിന് ആ ഒരു വേരിയേഷൻ വരുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് തന്നെ പിടിച്ച് നമ്മൾ ചെയ്യണം. ഒരുപാട് തയ്യൽ തുമ്പ് ഇങ്ങനെ നീണ്ടു കിടന്നിങ്ങനെ മടക്കി വെക്കരുത്. കറക്റ്റ് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് അകത്തേക്ക് നമുക്ക് മടക്കി വെക്കുകയേ ചെയ്യാവുള്ളൂ. അങ്ങനെ നമുക്കിത് ഫുള്ള് തയ്ച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴും എല്ലാം നന്നായിട്ട് ചേർത്ത് തന്നെ പിടിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വേറെ പീസൊന്നും പിന്നീട് നമ്മൾ വെക്കുന്നില്ല. ഈ ഒരൊറ്റ പീസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫുള്ള് തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഫ്രണ്ട് ഭാഗം ഫുള്ള് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ഒരുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് മാറുന്നതായിരിക്കും. ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. സ്ലീവ്സിൻ്റെ അരിവശം തയ്ക്കാനായിട്ട് ക്രോസ് കട്ട് വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് അരികവശം തയ്ച്ചു കൊടുക്കാം. സ്ലീവ്സ് തയ്ക്കുന്നത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഐ ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ്സിൻ്റെ അരികവശം തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. കറക്റ്റ് മിഡിൽ പോയിൻ്റ് നമ്മൾ സ്ലീവ്സിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. അങ്ങനെ ജാക്കറ്റിൻ്റെ അരികുവശം എല്ലാം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ കണ്ടോ, നമ്മൾ നെക്കും എല്ലാം ചുറ്റും ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. താഴെ നമ്മൾ സ്ലീവ്സിന് വെച്ചില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ ക്രോസ് കട്ട് വെക്കണ്ട, ബാക്കിൽ നമ്മൾ സാധാ പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ആം ഹോളിൻ്റെ താഴ്വശം നമ്മൾ പിടിക്കുമ്പോൾ ഇതുപോലെ ഒരുപോലെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളത് വേരിയേഷൻ വരുത്തി കറക്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റായിട്ടെല്ലാം വെച്ച് കഴിഞ്ഞ് പിൻ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മിഡിൽ പാർട്ട് എടുക്കാം. ആം ഹോളിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കറക്റ്റായിട്ട് ടേപ്പ് പിടിച്ചിട്ട് നമുക്ക് മിഡിൽ പാർട്ട് എടുക്കാം. അവിടെ നിന്ന് നമുക്കൊരു 10 ഇഞ്ചാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 10 ഇഞ്ച് എടുത്തിട്ട് ആ ഭാഗത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ വശവും ഞാൻ 10 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അവിടുന്ന് നമുക്ക് നേരെ താഴേക്ക് മാർക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും കൊടുക്കണ്ട. പിന്നെ നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം എടുക്കാം. സ്ലീവ്സിന് നിങ്ങളുടെ സ്ലീവ്സിൻ്റെ എത്രയാണോ അത് കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ 5 ആണ് എടുക്കുന്നത്. അവിടുന്ന് നമുക്ക് ചെസ്റ്റിൻ്റെ അവിടേക്ക് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് തൊട്ടടുത്തോടെ തന്നെ 1/2 ഇഞ്ച് ഇറക്കി ഒരു സ്റ്റിച്ച് കൂടെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന പീസ് ഇതുപോലെ നിങ്ങൾ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വളരെ ഭംഗിയുള്ള ജാക്കറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ ഷിഫോൺ ടൈപ്പ് തുണികൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. കോട്ടണോ അല്ലെങ്കിൽ ഇതുപോലെ നെറ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ചേർന്നിരിക്കാനായിട്ട് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അകന്നു പോയ പോലെ ഇരിക്കും. പിന്നെ നമ്മളത് വള്ളിയൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ ഇതിന് വള്ളി വെക്കാതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ആ ഓപ്പണിങ് നമ്മൾ മറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അത്രയും കറക്റ്റ് ലെങ്ത്ത് മതിയെന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ടാണ്. വീടിനടുത്ത് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ രാവിലെ കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞു.
അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സ്പീഡിൽ തയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് വീഡിയോസ് ഇനി നമ്മൾ ഭാവിയിൽ ഇടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ തെളിയുന്നത് കാണാം. അപ്പോൾ അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.